Dear students, warm greetings. Standard 5-ലെ പാർട്ട് 1 കേരള റീഡർ ഇംഗ്ലീഷിൽ ഒന്നാമത്തെ യൂണിറ്റിൽ പേജ് നമ്പർ 25-ൽ കൊടുത്തിരിക്കുന്ന എ ഫ്രണ്ട് എന്ന പോം ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. I welcome you all to the class. Okay? You have many friends, haven't you? ഇല്ലേ, നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലേ? വാട്ട് ക്വാളിറ്റീസ് ഡു യു ലൈക്ക് ഇൻ ദം? ഈ ഫ്രണ്ട്സിൻ്റെ എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്? അവരിൽ അടങ്ങിയിരിക്കുന്ന അവരിലുള്ള എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടം? നൗ റീഡ് ദ പോം അബൌട്ട് എ ട്രൂ ഫ്രണ്ട്. എ ട്രൂ ഫ്രണ്ട്, റിയൽ ഫ്രണ്ട്, ട്രൂ ഫ്രണ്ട് അല്ലേ? ട്രൂ ഫ്രണ്ടിനെ കുറിച്ചുള്ളൊരു കവിതയാണ് എ ഫ്രണ്ട് എന്ന ഈ പോം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കൊട്ടേഷൻ അറിയില്ലേ? ഗ്രേറ്റ് സെയിങ്, എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് അല്ലേ? വെൻ വി നീഡ് സംബഡി ടു ഹെൽപ്പ് അസ്, അറ്റ് ദാറ്റ് ടൈം ഹൂ ഹെൽപ്സ് അസ് ഹി ഈസ് ദ റിയൽ ഫ്രണ്ട്. ഓക്കെ, നമുക്കിനി ഈ കവിത ഒന്ന് നോക്കാം. ഓക്കെ, എ ഫ്രണ്ട്. ഐ എം ഗോയിങ് ടു റീഡ് ദിസ് പോം നൗ. Please listen very carefully. A friend is one who stands to share your every touch of grief and care. He comes by chance, but stays by choice. Your praises he is quick to voice. No grievous fault or passing whim can make an enemy of him. And though your need be great or small, his strength is yours throughout it all. No matter where your path may turn, your welfare is his chief concern. No matter what your dream may be, he prays your triumph soon to see. There is no wish your tongue can tell, but what it is your friend's as well. The life of him who has a friend is double guarded to the end. Okay? Dear students, അപ്പോൾ ഈ കവിതയുടെ ആദ്യത്തെ 2 സ്റ്റാൻസ ഒന്ന് എല്ലാവരും വായിക്കുക. പ്ലീസ് റീഡ് ഇറ്റ്. 2 സ്റ്റാൻസാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ലൈൻസ് ഉണ്ടാവും. 8 ലൈൻസ് അതെല്ലാവരും ഒന്ന് സൈലൻ്റ് ആയിട്ട് വായിക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഈ സ്റ്റാൻസ ആദ്യത്തെ 2 സ്റ്റാൻസാസ് ഒന്ന് നോക്കാം. ആദ്യത്തെ 2 സ്റ്റാൻസാസ് എന്ന് പറയുമ്പോൾ 8 വരി ഉണ്ടാവും അല്ലേ? പോയത്തിനൊക്കെ സ്റ്റാൻസ എന്ന് പറയുക. ഒരു 4 വരിയുള്ള സ്റ്റാൻസ്, അല്ലെങ്കിൽ 6 വരെയുള്ള സ്റ്റാൻസ്, അല്ലെങ്കിൽ 8 വരിയുള്ള സ്റ്റാൻസ. പ്രോസ് ആണെങ്കിൽ അത് പാരഗ്രാഫിലായിരിക്കും. പോം സ്റ്റാൻസയിലാണ്. ഇവിടെ ഇപ്പം ഈ കവിതയ്ക്ക് എത്ര സ്റ്റാൻസ് ഉണ്ട്? 1 2 3 4 സ്റ്റാൻസാസ് ഉള്ളൊരു പോയാണിത്. അപ്പം ആദ്യത്തെ 2 സ്റ്റാൻസ നമുക്ക് നോക്കാം. ഓക്കെ, എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. യു വിൽ ഹാവ് എ ഗ്രീഫ് ആൻഡ് കെയർ. നിങ്ങൾക്കൊരുപാട് ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെയുള്ള ആ ദുഃഖങ്ങളെയും സന്തോഷങ്ങളെയും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളുന്ന ആളാണ് ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ ഗ്രീഫ് ആൻഡ് കെയർ. ഹി കംസ് ബൈ ചാൻസ്. നമുക്ക് ഫ്രണ്ട്സിനെ ലഭിക്കുന്നത്, ഹൗ ഡു വി ഗെറ്റ് എ ഫ്രണ്ട്? ബൈ ചാൻസ് അല്ലേ? ചാൻസ് കൊണ്ട് നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടുന്നത്. പെട്ടെന്നുള്ള കണ്ടുമുട്ടലാവാം, പരിചയപ്പെടലാവാം. നമ്മൾ ബൈ ചാൻസ് വി ബിക്കം ഫ്രണ്ട്സ്, ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. പക്ഷേ ഫ്രണ്ടായിട്ട് നിൽക്കണമെന്ന് ആ ഫ്രണ്ടും നിങ്ങളും തീരുമാനിക്കുന്നത് ബൈ ചോയ്സ്, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിലൂടെയാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ഇയാൾ ഫ്രണ്ടായിട്ട് വേണോ വേണ്ടയോ എന്നുള്ളത്. യുവർ പ്രൈസസ് ഹി ഈസ് ക്വിക്ക് ടു വോയിസ്. നിങ്ങളെ പ്രൈസ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളെ എന്താണ് അഭിനന്ദിക്കേണ്ടതായ കാര്യങ്ങളിൽ ഹി ഈസ് ക്വിക്ക് ടു വോയിസ്. ആദ്യം അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അഭിനന്ദിക്കുക, പ്രൈസ് ചെയ്യുക ആരായിരിക്കും? നിങ്ങളെ ഫ്രണ്ടായിരിക്കും. ആ ഫ്രണ്ടായിരിക്കും മറ്റാരേക്കാട്ടും മുമ്പിലായിട്ട് അല്ലേ? നോ ഗ്രീവസ് ഫാൾട്ട് ഓർ പാസിംഗ് വിം. നോ ഗ്രീവസ് ഫാൾട്ട് ഓർ പാസിംഗ് വിം. എന്താണ് ഗ്രീവസ് ഫാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്രീവസ് സീരിയസ് എന്നർത്ഥം, വെരി സീരിയസ്, വളരെ സീരിയസ് ആയിട്ടുള്ള തെറ്റുകളോ, അല്ലെങ്കിൽ എന്താണ് വിം ഇവിടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എ സഡൻ ഡിസയർ ആണ്, ആഗ്രഹമാണ്. പെട്ടെന്നുള്ള ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ സീരിയസ് ആയ ഫാൾട്ടുകളോ ഒന്നും ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. അതൊന്നും എന്ത് ചെയ്യില്ല, ഈ ഫ്രണ്ടിനെ നിങ്ങൾ ശത്രുവാക്കി മാറ്റില്ല. എന്ന് വെച്ചാൽ
ഫ്രണ്ട്സ് എപ്പോഴും പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടുവീഴ്ച ചെയ്ത് നമ്മളെ ഫ്രണ്ട് ആയതിനുണ്ടാകുന്ന അർത്ഥം യഥാർത്ഥ ഫ്രണ്ട് ആണെങ്കിൽ. ആൻഡ് ദോ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മോൾ, സപ്പോസ് ദാറ്റ് യു ഹാവ് സം നീഡ്, ഗ്രേറ്റ് ബിഗ് ഓർ ബിഗ് അല്ലെങ്കിൽ ഗ്രേറ്റ് നീഡ് ഓർ സ്മോൾ നീഡ്, ഹിസ് സ്ട്രെങ്ത് ഈസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. യുവർ ഫ്രണ്ട് വിൽ ബി വിത്ത് യു ഫോർ അറ്റൈനിങ് ഓർ ഗെറ്റിംഗ് ദാറ്റ് തിങ് വാട്ട് എവർ ഇറ്റ് മേ ബി. എന്തായിരുന്നാലും അത് നേടിയെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നൗ ലെറ്റ് us see. No matter where your path may turn, your welfare is his chief concern. What is the chief concern of your friends? It is your welfare only. Where your path may turn, whichever way you go, whatever you do, your friends, if he is a real friend, his concern, അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താണ്? വെൽഫെയർ, യുവർ വെൽഫെയർ, നിങ്ങളുടെ ഉന്നമനാണ് ഫ്രണ്ടിൻ്റെ എപ്പോഴുള്ള ആഗ്രഹം. നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി, നിങ്ങളുടെ സ്വപ്നം എന്തായിരുന്നാലും ശരി, ഹി പ്രേസ് യുവർ ട്രൈംഫ് സൂൺ ടു സീ. നിങ്ങളുടെ ആ ഒരു വിജയം ആണ് ആര് പ്രാർത്ഥിക്കുക? വിജയത്തിന് വേണ്ടിയാണ് ആര് പ്രാർത്ഥിക്കുക? യുവർ ഫ്രണ്ട് പ്രേസ് ഫോർ ഇറ്റ്. There is no wish your tongue can tell, but what it is your friends as well. Suppose that you have a wish, even though you do not tell the wish, ആ ആഗ്രഹം പറഞ്ഞിട്ടില്ലെങ്കിലും, but what it is your friends as well. നിങ്ങളുടെ അതേ ആഗ്രഹം തന്നെയായിരിക്കും ആരുടെ ആഗ്രഹം? Your friends wish also will be the same as yours. നിങ്ങളുടേതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ആഗ്രഹവും. Of the life of him who has a friend is double guarded to the end. The life of him who has a friend, ആർക്കാണ് ഹു ഹാസ് എ ഫ്രണ്ട്, ആർക്കാണ് ഒരു ഫ്രണ്ട് ഉള്ളത്, അവരുടെ ജീവിതം എന്താണ്? ഈസ് ഡബിൾ ഗാർഡഡ് ടു ദ എൻഡ്, ടിൽ ദ എൻഡ് ഓഫ് ലൈഫ്. ദാറ്റ് ലൈഫ് ഈസ് ഡബിൾ ഗാർഡഡ്, പ്രൊട്ടക്റ്റഡ്, ഡബിൾ ടൈം പ്രൊട്ടക്റ്റഡ്, 2 തവണ സംരക്ഷിക്കപ്പെട്ട എന്ന് വെച്ചാൽ നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കും? സുരക്ഷിതരായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ലേൺ ഓർ നോ അബൌട്ട് ദ പോയറ്റ്. Edgar Albert Guest, 1881-1959, was born in England. He is an English poet. Born in England. His age is 1881 to 1959. His first poem was published at the age of 17. When he was 17 years old, അദ്ദേഹത്തിന് 17 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ആദ്യമായിട്ട് ആദ്യത്തെ കവിത പബ്ലിഷ് ചെയ്തത്. He has written more than 11,000 poems. 11,000 കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അല്ലെ, ഗുഡ് പോം ആണ് അല്ലെ, വെരി ഗുഡ് നെയിം. പ്ലീസ് റിമെമ്പർ ദ നെയിം. എഡ്ഗാർ ആൽബർട്ട് ഗസ്റ്റ് ഇസ് ദ പോയറ്റ്സ് നെയിം. I hope you understood the poem now. Thank you and have a nice day.